പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? നാം എപ്പോഴും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഇരിക്കണം. അതാണ് യേശുക്രിസ്തുവിന്റെ ആഗ്രഹം. അതിനാണ് ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, ഇന്നത്തേക്ക് ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണ് എന്ന് കാത്തിരിക്കുകയാണോ? 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്ന് ദൈവം പറയുന്നു. അതായത് ഓട്ടമത്സരത്തിൽ ഒരുപാട് പേർ ഓടുന്നത് കണ്ടിട്ടില്ലേ? ഓടുന്ന എല്ലാവരും ഞാൻ ജയിക്കണം, ഗോൾഡ് മെഡൽ വാങ്ങണം എന്ന ലക്ഷ്യത്തോടെയാണ് ഓടുന്നത്. ജീവിതമെന്നത് ഒരു റണ്ണിംഗ് ട്രാക്കാണ്. നാം എല്ലാവരും ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തിനെ ലാക്കാക്കിയാണ് ഓടുന്നത്? പൗൽ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിനെ നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന്. പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനെ നോക്കി യേശു എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നേടുവാനായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ദൃഷ്ടി യേശുവിന്റെ മേൽ വെച്ച് യേശുവിനെ നോക്കി നാം ഓടിക്കൊണ്ടിരിക്കണം. കാരണം എന്താണ്? നമ്മുടെ അവസാനം. ഒരു ഓട്ടമത്സരത്തിൽ ഓടുന്നവന്റെ കണ്ണ് എന്തിലായിരിക്കും ഉള്ളത്? ഞാൻ ഓടിത്തീർത്ത് വിജയം നേടണം എന്നതിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ അവസാനം എവിടെയാണെന്ന് വെച്ചാൽ സ്വർഗത്തിലാണുള്ളത്. ഈ ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ കണ്ണുമൂടിയാൽ യേശുവിന്റെ അടുത്ത് കണ്ണു തുറക്കണം, പറുദീസയിൽ ഉണ്ടായിരിക്കണം. അതിനെ നോക്കി നാം ഓടണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. ഓട്ടമത്സരത്തിൽ ഓടുന്നവരെ കണ്ടിട്ടുണ്ടോ? സൈഡിലിരിക്കുന്നവർ ആരവാരം മുഴക്കിക്കൊണ്ടിരിക്കും. ഇവരതൊന്നും ശ്രദ്ധിക്കില്ല. ഒരേ ലക്ഷ്യത്തോടെ വിജയിക്കണമെന്ന നിശ്ചയത്തോടെയാണ് ഓടുക. നിങ്ങളും ഞാനുമെല്ലാം സ്വർഗത്തെ നമ്മുടെ കൺമുന്നിൽ വെച്ച് യേശുവിനെ കൺമുന്നിൽ നിർത്തി ഈ ലോകത്തിൽ കണ്ണടച്ചാൽ യേശുവിന്റെ മുന്നിൽ കണ്ണ് തുറക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഓടേണ്ടത് എന്ന കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് പതിപ്പിക്കണം. ഇതേ പൗൽ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോരാട്ടം ചെയ്ത് ഓട്ടം അവസാനിപ്പിച്ചു, എന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. ഇനി നീതിയുടെ കിരീടം സ്വർഗത്തിൽ എനിക്കായി വെച്ചിരിക്കുന്നു എന്ന്. ഒരു നിശ്ചയമുണ്ടെന്ന് കണ്ടോ? നമുക്കും അതുണ്ടാവണം. നാം ഓടിക്കൊണ്ടിരിക്കുന്നു, ഓടി അവസാനിപ്പിക്കും. ട്രാക്ക് വിട്ട് പോവുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ല. ലോകത്തിലെ ജീവിതം അവസാനിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ യേശുവിന്റെ കൂടെ ഉണ്ടാകും. ഒരു കിരീടത്തോടെ യേശു എനിക്കായി കാത്തിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അതിന് ദൃഢതയുള്ളവരായി നാം ഓടണം. അങ്ങനെ ഓടുമ്പോൾ എബ്രായർ 12:1 പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന്. ഒരു 100 മീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ ഒരാള് ആദ്യം എത്തിയാലും ട്രാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവന് കപ്പ് കിട്ടില്ല. അതുകൊണ്ട് ട്രാക്കിൽ ഓടണം. ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു റണ്ണിംഗ് ട്രാക്ക് ഉണ്ട്. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ആ ട്രാക്കിൽ ഓടാനായിട്ടാണ്. എല്ലാവരും മുഴുവൻ സമയവും ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കപ്പെട്ടവരല്ല. നിങ്ങൾ ബിസിനസ്മാൻ ആണെങ്കിൽ അതിൽ കറക്റ്റായി ഓടണം. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അതിൽ കറക്റ്റായി ഓടണം. നമുക്ക് ദൈവം തന്നിട്ടുള്ള ജീവിതം എന്താണോ അതിൽ തികവോടെ ഓടിക്കൊണ്ടേയിരിക്കണം. ഓട്ടം വിജയകരമായി അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഓടേണ്ടത്. വിജേതാക്കളാകാൻ ഓടണം. യേശു കൂടെ ഇരുന്ന് നമ്മെ ഉത്സാഹിപ്പിച്ച് ശക്തി നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങളോട് ചോദിക്കുകയാണ്, പകുതിയിൽ നിന്നു പോയോ? വിശ്വാസത്തിൽ തളർന്നു പോയോ? റണ്ണിംഗ് ട്രാക്കിൽ മതി എന്ന് നിന്നു പോയോ? ഇല്ല, തുടർന്നോടൂ, ഇനിയൊരൽപ്പം കൂടിയേ ഉള്ളൂ. വിജയിക്കും എന്ന് ദൈവം പറയുന്നു. പറയൂ, ദൈവമേ, ഞാൻ ജയിക്കുന്നതിനായി ഓടണം. തളർന്നു പോവുകയില്ല, നടുവിൽ നിൽക്കുകയില്ല, അവസാനം വരെ ഓടി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിജയശ്രീലാളിതനാകും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.